ഞങ്ങളുടെ രണ്ടടുത്തപ്പുറത്തായിരുന്നു ഡ്യൂബോസ് മാഡം താമസിച്ചിരുന്നത്. അവരൊരു ദുഷ്ടയായ സ്ത്രീയായിരുന്നു. അവരെ ശുശ്രൂഷിക്കാൻ ഒരു നീഗ്രോ പെൺകുട്ടി മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഡ്യൂബോസ് മാഡത്തിന് നല്ല പ്രായമുണ്ടായിരുന്നു. ദിവസത്തിന്റെ ഭൂരിഭാഗവും അവർ കിടക്കയിലും ബാക്കി സമയം വീൽ ചെയറിലുമായിരുന്നു. അവർ തങ്ങളുടെ ഷാളിൽ ഒരു പിസ്റ്റൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഒരു കിംവദന്തിയുണ്ടായിരുന്നു. ജെമ്മും ഞാനും അവരെ വെറുത്തു. ഞങ്ങൾ അവരുടെ വീടിനടുത്തുകൂടെ പോകുമ്പോലെല്ലാം അവർ ഞങ്ങളെ തുറിച്ചു നോക്കുകയും ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയും ചെയ്യുമായിരുന്നു. ഞങ്ങളൊരു നല്ല കാര്യത്തിനും പോവുകയല്ലെന്ന് അവർ പറയും. ഞങ്ങൾ വലുതാകുമ്പോൾ ഒരു കൊള്ളരുതാത്തവരായി തീരുമെന്നും അവർ പറയും. ഞാൻ നല്ല കുട്ടിയായി ഹെയ് ഡ്യൂബോസ് മാഡം എന്ന് പറഞ്ഞാൽ പോലും അവരെന്നോട് അലരും. നീ എന്നോട് ഹെയ് എന്ന് പറയരുത് വൃത്തികെട്ട പെണ്ണെ, നീ ഗുഡ് ആഫ്റ്റർനൂൺ ഡ്യൂബോസ് മാഡം എന്ന് പറയണം. അവർ ഞങ്ങളെ ധിക്കാരമുള്ള മര്യാദയില്ലാത്ത പട്ടിക്കുട്ടികളെന്ന് വിളിച്ചു. അറ്റിക്കസ് ഞങ്ങളെ ഇങ്ങനെ അഴിഞ്ഞാടാൻ വിടുന്നത് നാണക്കേടാണെന്നും പറഞ്ഞു. ജെം ഒരിക്കൽ അറ്റിക്കസിനോട് അവർ ഞങ്ങളോട് പെരുമാറുന്നതിനെക്കുറിച്ച് പരാതിപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാരമില്ല മോനെ, അവർ പ്രായമായ സ്ത്രീയാണ്, അസുഖമുള്ള ആളാണ്. നീ തലയുയർത്തിപ്പിടിച്ച് ഒരു മാന്യനായിട്ടിരുമാറുക. അവർ നിന്നോട് എന്തു പറഞ്ഞാലും നിനക്ക് ദേഷ്യം വരാതിരിക്കേണ്ടത് നിന്റെ കടമയാണ്. അറ്റിക്കസ് അവരുടെ വീടിനടുത്തുകൂടെ പോകുമ്പോൾ തന്റെ തൊപ്പിയൂരി മാന്യമായി കൈവീശി അവരോട് പറയും, ശുഭസന്ധ്യ ഡ്യൂബോസ് മാഡം. ഇന്ന് വൈകുന്നേരം നിങ്ങളെ ഒരു ചിത്രത്തിലെന്ന പോലെ മനോഹരിയായിരിക്കുന്നു. എന്തിന്റെ ചിത്രത്തിലെന്നാണ് അറ്റിക്കസ് പറഞ്ഞതെന്ന് ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല. തോക്കുകളെ വെറുക്കുകയും ഒരു യുദ്ധത്തിലും പങ്കെടുക്കാത്ത എന്റെ അച്ഛൻ ജീവിച്ചിരുന്നവരിൽ വെച്ച് ഏറ്റവും ധീരനായ മനുഷ്യനാണെന്ന് ഞാൻ അത്തരം സന്ദർഭങ്ങളിലാണ് ചിന്തിച്ചിരുന്നത്. ഒരു ദിവസം ഞാനും ജെമ്മും അവരുടെ വീടിനടുത്തുകൂടെ നടക്കുമ്പോൾ അവർ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. അവർ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചു. ഞങ്ങൾ നല്ല കുട്ടികളായി പെരുമാറാൻ ശ്രമിച്ചു. പക്ഷെ പിന്നെ അവർ അലറി, നീ എന്നോട് കള്ളം പറയരുത്. ജെറമി ഫിഞ്ച്, ഇന്ന് രാവിലെ നീ മൗഡി ആറ്റ്കിൻസന്റെ പൂക്കൾ നശിപ്പിച്ചെന്ന് അവൾ എന്നോട് പറഞ്ഞു. അവൾ നിന്റെ അച്ഛനോട് പറയും. അപ്പോൾ നീ ജനിക്കാതിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കും. നിന്നെ അവൻ റീഫോം സ്കൂളിലേക്ക് അയക്കുമെന്ന് ഞാൻ ഉറപ്പു പറയുന്നു. ഇതൊന്നും സത്യമല്ലെന്ന് ജെമ്മിനറിയാമായിരുന്നു. അവൻ ഡ്യൂബോസ് മാഡത്തോട് താൻ മിസ് മൗഡിയുടെ പൂക്കൾ നശിപ്പിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. നീ എന്നെ എതിർക്കരുത്, ഡ്യൂബോസ് മാഡം അലറി. പിന്നെ നീ? അവർ സന്ധിവാദം ബാധിച്ച വിരൽ എന്റെ നേർക്ക് ചൂണ്ടി. നീ എന്തിനാണ് ഈ ഓവറോൾ ധരിച്ചിരിക്കുന്നത്? നീ ഒരു ഉടുപ്പ് ധരിക്കണം കൊച്ചേ. ജെം എന്നെ വലിച്ചുകൊണ്ട് പറഞ്ഞു, വാ സ്കൗട്ട്, അവരെ ശ്രദ്ധിക്കേണ്ട, തലയുയർത്തിപ്പിടിച്ച് ഒരു മാന്യനായി പെരുമാറ്. പക്ഷേ ഡ്യൂബോസ് മാഡം അലറി, നീയൊരു കൊള്ളരുതാത്തവളായി വളരുമെന്ന് മാത്രമല്ല, നിന്റെ അച്ഛനൊരു കറുമ്പനെയാണ് പ്രതിരോധിക്കുന്നത്. നിന്റെ അച്ഛൻ താൻ വേണ്ടിവാദിക്കുന്ന കറുമ്പന്മാരെക്കാളും ചവറുകളെക്കാളും ഒട്ടും മെച്ചപ്പെട്ടവനല്ല. ഡ്യൂബോസ് മാഡം ഇത്രയും ദുഷ്ടയും വംശീയവാദിയുമാകുമെന്ന് ജെമ്മിനും എനിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അന്ന് വൈകുന്നേരം ഞങ്ങൾ അവരുടെ വീടിനടുത്തുകൂടെ പോകുമ്പോൾ ഡ്യൂബോസ് മാഡം പൂമുഖത്തുണ്ടായിരുന്നില്ല. അറ്റിക്കസിനെക്കുറിച്ച് അവർ പറഞ്ഞ കാര്യങ്ങളിൽ ജെമ്മിന് ദേഷ്യമടക്കാനായില്ല. തലയുയർത്തിപ്പിടിച്ച് ഒരു മാന്യനായി പെരുമാറാമെന്ന അറ്റിക്കസിന് നൽകിയ വാക്കവൻ തെറ്റിച്ചു. അവനെന്റെ ബാറ്റനെടുത്ത് ഡ്യൂബോസ് മാഡത്തിന്റെ കാമിലിയ ചെടി നശിപ്പിച്ചു. അവരുടെ മുറ്റത്തെ എല്ലാ ചെടികളിലെയും പൂക്കൾ അവൻ വെട്ടിക്കളഞ്ഞു. അവന് വല്ലാത്ത ദേഷ്യമുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ പോയി അറ്റിക്കസിനെ പേടിയോടെ കാത്തിരുന്നു. ജെം ചെയ്തതിനെക്കുറിച്ചറിഞ്ഞാൽ അദ്ദേഹം എന്തു ചെയ്യുമെന്ന് ഞങ്ങൾ ഭയന്നു. ഒടുവിൽ അറ്റിക്കസ് ഒരു കാമിലിയ പൂവുമായി പ്രത്യക്ഷപ്പെട്ടു. ഇതിനുത്തരവാദി നീയാണോ? അതെ സർ, ജെം പതിയെ മറുപടി പറഞ്ഞു. നീ എന്തിനാണത് ചെയ്തത്? ജെം പതിയെ പറഞ്ഞു. അവർ പറഞ്ഞു, നിങ്ങൾ കറുമ്പന്മാർക്കും ചവറുകൾക്കും വേണ്ടി വാദിക്കുന്നു എന്ന്. ജെമ്മിന് താൻ ചെയ്തതിനെക്കുറിച്ച് വല്ലാത്ത കുറ്റബോധമുണ്ടായിരുന്നു. അവൻ തല താഴ്ത്തി നിന്നു. അറ്റിക്കസ് പറഞ്ഞു, ഞാൻ ടോം റോബിൻസനെ പ്രതിരോധിക്കുന്നതുകൊണ്ട് ആളുകൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നു. പക്ഷേ ഒരു വയസ്സായ രോഗിയായ സ്ത്രീയോടിങ്ങനെ ചെയ്യുന്നത് ക്ഷമിക്കാൻ പറ്റാത്തതാണ്. നീ താഴെ പോയി ഡ്യൂബോസ് മാഡത്തോട് സംസാരിക്കണമെന്ന് ഞാൻ ശക്തമായി ഉപദേശിക്കുന്നു. അതിനുശേഷം നേരെ വീട്ടിലേക്ക് വരിക. ജെം പോയപ്പോൾ അറ്റിക്കസും ഞാനും സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, സ്കൗട്ട്, വേനൽക്കാലം വരുമ്പോൾ ഇതിലും മോശമായ പല കാര്യങ്ങളെയും കുറിച്ച് നിനക്ക് തല പുണ്ണാക്കേണ്ടിവരും. കാരണം അപ്പോഴാണ് ടോം റോബിൻസന്റെ വിചാരണ നടക്കുന്നത്. ഇത് നിനക്കും ജെമ്മിനും നീതിയല്ലെന്നെനിക്കറിയാം. പക്ഷേ ചിലപ്പോ നമ്മൾ കാര്യങ്ങൾ ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യണം. ടോം റോബിൻസനെ പ്രതിരോധിക്കേണ്ടത് ശരിയായ കാര്യമായതുകൊണ്ട് എനിക്കത് ചെയ്യണം. ശരിയായ കാര്യം ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്നോട് തന്നെ ജീവിക്കാൻ കഴിയില്ല. ഒരു കറുത്ത മനുഷ്യനെ പ്രതിരോധിക്കുന്നതിൽ മറ്റുള്ളവരെന്നെ തെറ്റായി കണ്ടാലും അത് ശരിയാണെന്നെനിക്കറിയാം. ജെം തിരിച്ചു വന്നപ്പോൾ താൻ ചെയ്തതിന് ശിക്ഷയായി ഡ്യൂബോസ് മാഡം തന്നോട് ഉറക്കെ വായിക്കാൻ ആവശ്യപ്പെട്ടെന്ന് അവൻ ഞങ്ങളോട് പറഞ്ഞു. ഒരു മാസത്തേക്ക് എല്ലാ വൈകുന്നേരങ്ങളിലും ശനിയാഴ്ചകളിലും അവൻ പോയി
ഓരോ തവണയും 2 മണിക്കൂർ ഉറക്കെ വായിക്കണം. അറ്റിക്കസ് ജെം പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ജെമ്മിന്റെ കൂടെ ഡ്യൂബോസ് മാഡത്തിന്റെ വീട്ടിലേക്ക് പോയി. ഡ്യൂബോസ് മാഡം കിടക്കയിലായിരുന്നു. ഒരു നിമിഷം എനിക്കവരോട് ദയ തോന്നി. അവർ, അപ്പോൾ നീ നിന്റെ ആ വൃത്തികെട്ട കുഞ്ഞനുജത്തിയെയും കൂടെ കൊണ്ടുവന്നോ എന്ന് പറയുന്നതുവരെ. ജെം വായിക്കാൻ തുടങ്ങി. ഡ്യൂബോസ് മാഡം ചിലപ്പോൾ അവനെ തിരുത്തും. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ ശ്രദ്ധിക്കുന്നില്ലെന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചു. അവർക്ക് വല്ലാത്ത വേദനയുണ്ടായിരുന്നെന്നും ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നെന്നും തോന്നി. അപ്പോൾ അലാറമടിച്ചു. അവരുടെ സഹായി ജെസ്സി വന്ന് മരുന്ന് കഴിക്കാനുള്ള സമയമായെന്നും ഞങ്ങൾക്ക് വീട്ടിൽ പോകാമെന്നും പറഞ്ഞു. എല്ലാ ദിവസവും ഇതുതന്നെയാണ് സംഭവിച്ചതെന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചു. അലാറമടിക്കുന്ന സമയം മാത്രം വൈകി വന്നു. ഒരു ദിവസം ഞാൻ അറ്റിക്കസിനോട് കറുമ്പൻ പ്രേമി എന്ന വാക്കിന് എന്താണ് അർത്ഥമെന്ന് ചോദിച്ചു. കാരണം ഡ്യൂബോസ് മാഡം ഒരിക്കൽ അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചിരുന്നു. അറ്റിക്കസ് പറഞ്ഞു, സ്കൗട്ട്, കറുമ്പൻ പ്രേമി എന്നത് ഒരു അർത്ഥവുമില്ലാത്ത വാക്കുകളിലൊന്നാണ്. മൂക്കിൽ പീളയുള്ളവൻ എന്ന് പറയുന്നത് പോലെ. അത് വിശദീകരിക്കാൻ പ്രയാസമാണ്. വിവരമില്ലാത്ത, ചവറുപോലുള്ള ആളുകൾ മറ്റൊരാൾ നീഗ്രോകളെ തങ്ങളെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കാണത്. അത് ഉപയോഗിക്കാൻ വൃത്തികെട്ട വാക്കാണ്. നീയും ഞാനും അതൊരിക്കലും പറയരുത്. ഞങ്ങൾ ഒടുവിൽ ഡ്യൂബോസ് മാഡത്തിന് വായിച്ചു കൊടുക്കുന്ന ഒരു മാസം പൂർത്തിയാക്കി. ഒരു മാസം കഴിഞ്ഞൊരു ദിവസം അറ്റിക്കസിനെ ഡ്യൂബോസ് മാഡത്തിന്റെ വീച്ചേക്ക് നിലിച്ചു. അദ്ദേഹം ഒരു പെട്ടിയുമായി തിരിച്ചുവന്നു. ഡ്യൂബോസ് മാഡം മരിച്ചെന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. അവർക്ക് വളരെ കാലമായി അസുഖമായിരുന്നെന്നും അവരുടെ ഫിറ്റ്സ് അവർക്ക് വേദന തോന്നുകയും ബോധമില്ലാതാവുകയും ചെയ്യുന്ന അവസ്ഥ മോർഫിൻ എന്ന വേദന സംഹാരിക്ക് അടിമയായിരുന്നതുകൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. മരിക്കുന്നതിനു മുൻപ് ഈ ആസക്തിയിൽ നിന്ന് മോചനം നേടാൻ അവർ ശ്രമിക്കുകയായിരുന്നു. മിക്കവാറും ആളുകൾ തങ്ങളുടെ ജീവിതത്തിലെ അവസാന മാസങ്ങളിൽ വേദനിക്കാതിരിക്കാൻ മോർഫിൻ കഴിക്കുന്നത് തുടരുമായിരുന്നു. പക്ഷേ അവർക്ക് ഒരാസക്തിയിൽ നിന്ന് മുക്തയായി മരിക്കണമായിരുന്നു. അതുകൊണ്ട് ജെമ്മിനെക്കൊണ്ട് വായിപ്പിക്കുമ്പോൾ മോർഫിൻ കഴിക്കാത്തതുകൊണ്ടുണ്ടാകുന്ന വേദനയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനായിരുന്നു അത്. അവരെല്ലാ ദിവസവും മോർഫിൻ വൈകി കഴിച്ചു. അതുകൊണ്ടാണ് അലാറമടിക്കുന്നതിനു മുൻപ് ഞങ്ങൾ വൈകി വായിക്കേണ്ടി വന്നത്. അറ്റിക്കസ് കൊണ്ടുവന്ന പെട്ടി ജെമ്മിന് കൈമാറി. അതിൽ മനോഹരമായ ഒരു കാമലിയ പൂവുണ്ടായിരുന്നു. തന്നെ ദ്രോഹിക്കാൻ വേണ്ടിയാണ് അവരത് അഴിച്ചതെന്ന് ജെം കരുതി. പക്ഷേ യഥാർത്ഥത്തിൽ അവരവനോട് ക്ഷമിച്ചു എന്ന് പറയാൻ ശ്രമിക്കുകയായിരുന്നു. അറ്റിക്കസ് പറഞ്ഞു, അറിയാമോ, അവരൊരു മഹതിയായിരുന്നു. ജെം ചോദിച്ചു, നിങ്ങളെക്കുറിച്ച് അത്രയും ഭയങ്കരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടും നിങ്ങൾക്ക് എങ്ങനെ അവരെ ഒരു മഹതിയെന്ന് വിളിക്കാൻ കഴിയും? അവരൊരു മഹതിയായിരുന്നു. അവർക്ക് കാര്യങ്ങളെക്കുറിച്ച് സ്വന്തമായ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. ഒരുപക്ഷെ എന്റേതിൽ നിന്ന് വളരെ വ്യത്യസ്തമായത്. മോനെ, നീ അവൾക്ക് വായിച്ചു കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് അവരിൽ നിന്ന് നിനക്ക് എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയാണ്. ധൈര്യമെന്നാൽ കയ്യിൽ തോക്കുമായി നിൽക്കുന്ന ഒരു മനുഷ്യനാണെന്ന ധാരണയ്ക്ക് പകരം യഥാർത്ഥ ധൈര്യം എന്താണെന്ന് നീ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. തുടങ്ങുന്നതിനു മുൻപേ തോറ്റെന്നറിയാമെങ്കിലും എന്തു വന്നാലും മുന്നോട്ടുപോയി അത് പൂർത്തിയാക്കുന്നതാണ് യഥാർത്ഥ ധൈര്യം. നിങ്ങൾ അപൂർവമായി മാത്രമേ ജയിക്കൂ, പക്ഷെ ചിലപ്പോൾ ജയിക്കും. ഡ്യൂബോസ് മാഡം ജയിച്ചു. അവരുടെ 98 പൗണ്ട് ശരീരവും. മോർഫിനോടുള്ള ആസക്തി അവർക്കുപേക്ഷിക്കാൻ കഴിഞ്ഞു. അത് ചെയ്യാൻ വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നു. എനിക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും ധീരയായ വ്യക്തിയായിരുന്നു അവർ. ജെം പെട്ടി കത്തിച്ചു കളഞ്ഞു. പക്ഷെ അവൻ രാത്രി മുഴുവൻ പൂവിതളുകളിൽ തൊട്ടുകൊണ്ടിരുന്നു.